ഹായ്, വെൽക്കം ടു ജിയോജിത് സ്പോട്ട്ലൈറ്റ്. നമുക്കിന്ന് കറൻസി ഡെറിവേറ്റീവിനെ കുറിച്ച് ഇന്ന് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. നമുക്ക് NSE, BSE തുടങ്ങിയ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ നമ്മൾ ഷെയറുകളെല്ലാം വാങ്ങി വിൽക്കുന്ന പോലെ ഒരു ഷെയർ വാങ്ങി ഹോൾഡ് ചെയ്ത് അതിൽ നിന്ന് അതിൻ്റെ പ്രൈസ് ഇൻക്രീസിൽ കിട്ടുന്ന ലാഭം യൂസ് ചെയ്യുന്ന പോലെ നമുക്ക് കറൻസി ട്രേഡിങ്ങിനും ഇന്ത്യൻ കറൻസിക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള കറൻസി പെയേഴ്സിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതുപോലെ തന്നെ ട്രേഡ് ചെയ്തുകൊണ്ട് ലാഭം ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ആണ്. അതിൻ്റെ ബേസിക് ഇൻഫർമേഷൻസ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു ഇന്ത്യൻ പെയേഴ്സ് ആയിട്ടുള്ള കറൻസീസ് USD INR, GBP INR, JPY INR, യൂറോ INR തുടങ്ങിയ ഇന്ത്യൻ പെയേഴ്സിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള കറൻസികളാണ് നമുക്ക് ഇന്ന് NSEയിലും BSEയിലും ട്രേഡിങ് അവൈലബിൾ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൽ തന്നെ USD INRലാണ് ഏറ്റവും കൂടുതൽ ആക്ടിവിറ്റീസ് ഇന്ന് NSEയിലും BSEയിലും നടന്നു വരുന്നത്, ഏറ്റവും കൂടുതൽ ട്രാൻസാക്ഷൻസ് നടന്നു വരുന്നത്. ഇത് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് ഡെറിവേറ്റീവ് നമുക്കറിയാം. ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് എന്ന് പറഞ്ഞ മെത്തേഡ് പ്രകാരമാണ് ഇന്ന് ഈ കറൻസി ഡെറിവേറ്റീവിൻ്റെ ട്രേഡിങ് നടന്നു വരുന്നത്. അതായത് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസിനെ കുറിച്ച് നമ്മൾ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ മന്ത്ലി എക്സ്പയർ ആവുന്ന സ്പെസിഫൈഡ് ഡേറ്റുകളുള്ള മന്ത്ലി എക്സ്പയർ ആവുന്ന കോൺട്രാക്റ്റുകളുടെ ട്രേഡിങ്ങിനെയാണ് നമ്മൾ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഫ്യൂച്ചറിൻ്റെ ഒരു മാർജിനൽ റിക്വയർമെൻറ്റ് അല്ലെങ്കിൽ ഓപ്ഷൻസിൻ്റെ ഒക്കെ ഒരു പ്രീമിയം റിക്വയർമെൻ്റ് ആണ് ഈ കറൻസി ഡെറിവേറ്റീവിനെ അട്രാക്റ്റീവ് ആക്കി മാറ്റുന്നത്. അതിൽ തന്നെ ഫ്യൂച്ചർ അല്ലെങ്കിൽ കറൻസി ഡെറിവേറ്റീവിൻ്റെ ഫ്യൂച്ചറിൽ നമുക്ക് വാങ്ങുന്നതിനോ വിൽക്കുന്നതിനോ ആവശ്യമായിട്ട് വരുന്ന മാർജിനൽ റിക്വയർമെൻറ്റ്, അതായത് ഫണ്ട് കീപ്പപ്പ് ചെയ്യേണ്ടത്, നമുക്ക് ട്രേഡ് ചെയ്യാൻ വേണ്ടി ഫണ്ട് ആവശ്യമായി വരുന്നത് ബിറ്റ്വീൻ 3000 to 4000 ഇടയിൽ മാത്രമാണ്. ഇനി ഓപ്ഷൻസിൻ്റെ കാര്യം നമ്മൾ എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ മന്ത്ലി ഓപ്ഷൻസിനകത്തും വീക്കിലി ഓപ്ഷൻസിനകത്തും നമുക്ക് ട്രേഡിംഗ് അവൈലബിൾ ആണ് കറൻസിക്കകത്ത്. അതിനകത്ത് 500 rupees to 600 rupeesന്റെ പ്രീമിയം റിക്വയർമെന്റ്സ് മാത്രമേ നമുക്ക് വരുന്നുള്ളൂ കോൾ ഓപ്ഷനും പുട്ട് ഓപ്ഷനും നമ്മൾ ബൈ ചെയ്യുന്നതിനായിട്ട് മന്ത്ലി ഓപ്ഷൻസിനകത്ത്. അതുപോലെ വീക്കിലി ഓപ്ഷൻസിനകത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ബിറ്റ്വീൻ 200 to 300 rupees അത്രയും മിനിമൽ റിക്വയർമെന്റ് മാത്രമാണ് നമുക്ക് കറൻസി ഡെറിവേറ്റീവിൽ ഇൻവോൾവ് ചെയ്യുന്നതിന്. ഡെഫിനറ്റ്ലി നമുക്കൊരു ഫ്രഷേഴ്സിനൊക്കെ അല്ലെങ്കിൽ ബിഗിനേഴ്സിന് F&O മാർക്കറ്റിന്റെ ഒരു ഓപ്പർച്യൂണിറ്റീസും അതുപോലെ തന്നെ റിസ്ക് ഫാക്ടേഴ്സും എല്ലാം നമുക്കൊന്ന് പരിശോധിക്കുന്നതിനായിട്ട് എപ്പോഴും ഡെറിവേറ്റീവ് മാർക്കറ്റ്, കറൻസി ഡെറിവേറ്റീവ് മാർക്കറ്റ് നമുക്കൊന്ന് സജസ്റ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ട്രേഡിംഗ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൽ 9 AM to 5 PM ടൈം പീരീഡ് ആണ് മാർക്കറ്റ് അവേഴ്സ് ആയിട്ട് സെറ്റിൽ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ക്രോസ് കറൻസീസും നേരത്തെ ഇന്ത്യൻ പെയേഴ്സിന്റെ കറൻസീസ് ആണ് പറഞ്ഞതെന്നുണ്ടെങ്കിൽ യൂറോ ടു GBP ടു യൂറോ, അത്തരം ക്രോസ് കറൻസീസിന്റെ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസും നമുക്ക് എവിടെ അവൈലബിൾ ആണ്. NSEക്കും BSEക്കും അകത്ത് കറൻസി ഡെറിവേറ്റീവിനകത്ത് അവൈലബിൾ ആണ്. സോ ഇതാണ് നമുക്ക് ബേസിക്കലി. ഇനി വളരെ സിമ്പിളായിട്ട് നമുക്ക് കറൻസി ഡെറിവേറ്റീവിനെ എക്സ്പ്ലെയിൻ ചെയ്യാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്യൂച്ചറിനകത്ത് ലോട്ട് സൈസ് ഒരു ക്വാണ്ടിറ്റിയെ നമ്മൾ ലോട്ട് സൈസ് എന്നുള്ള രീതിക്കാണ് വിശേഷിപ്പിക്കുക. അതായത് 1000 rupees ആണ് 1 ലോട്ട് എന്നുള്ളത് നമുക്ക് പറയുന്നത്. ഒരു ക്വാണ്ടിറ്റിയെ നമ്മൾ ലോട്ട് സൈസ് എന്നുള്ള രീതിയിലാണ് നമുക്ക് കറൻസി ഡെറിവേറ്റീവിനകത്ത് അല്ലെങ്കിൽ ഡെറിവേറ്റീവിനകത്ത് നമ്മൾ പറയുന്നത്. ഒരു ലോട്ട് എന്ന് പറയുന്നത് 1000 ആണ് കറൻസി ഡെറിവേറ്റീവിനകത്ത്. ഫോർ എക്സാമ്പിൾ നമ്മൾ 83 rupeesൽ നമ്മൾ കറൻസി അല്ലെങ്കിൽ USD INR വാങ്ങി, അത് 84 rupees ആയി, 1 rupee ചേഞ്ച് ആയി. ആ സമയത്ത് നമുക്ക് വരുന്ന പ്രോഫിറ്റബിലിറ്റി എന്ന് പറയുന്നത് 1000 rupees ആണ്. സോ ഇതിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി, മിനിമൽ ഫണ്ട് വെച്ചുകൊണ്ട് തന്നെ മാർക്കറ്റിൽ വലിയ രീതിയിൽ ഇൻവോൾവ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഇന്ന് കറൻസി ഡെറിവേറ്റീവിൽ നമുക്ക് അവൈലബിൾ ആണ്. സോ ദിസ് ഈസ് ദി ബേസിക് ഇൻഫർമേഷൻ റിലേറ്റഡ് ടു കറൻസി ഡെറിവേറ്റീവ്സ്. ഒരു സാധാരണക്കാരൻ അല്ലെങ്കിൽ ഒരു കറൻസി ഡെറിവേറ്റീവിൽ നമുക്ക് എങ്ങനെ ഇൻവോൾവ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. നമുക്ക് എന്ത് ചെയ്യുന്നു, കറൻസി ഡെറിവേറ്റീവ് ട്രേഡ് ചെയ്യുന്നു എന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ നമുക്ക് NSE, BSE വഴിയാണ് നമുക്ക് കറൻസി ഡെറിവേറ്റീവ് നമുക്ക് ട്രേഡ് ചെയ്യാനായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. നമ്മളൊരു ട്രേഡിംഗ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് കുറച്ച് ഡോക്യുമെന്റേഷൻ ആക്ടിവിറ്റീസ് ഉണ്ട്. പാൻ കാർഡ്, ആധാർ കാർഡ്, അതുപോലെ തന്നെ ഡോക്യുമെന്റേഷൻ ആക്ടിവിറ്റീസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കൊരു ട്രേഡിംഗ് അക്കൗണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു ട്രേഡിംഗ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നമുക്ക് മാർക്കറ്റിൽ ഇൻവോൾവ് ചെയ്യാനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന ഫണ്ട് റിക്വയർമെന്റ്സ്, ഫ്യൂച്ചറും ഓപ്ഷൻസ് ഇൻവോൾവ് ചെയ്യാൻ വേണ്ടി വരുന്ന ഫണ്ട് റിക്വയർമെന്റ്സ് നമ്മൾ ആ അക്കൗണ്ടിൽ ഫില്ലപ്പ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ കറൻസി ഡെറിവേറ്റീവിൽ നമുക്ക് ഇൻവോൾവ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഡെഫിനറ്റ്ലി നമുക്ക് റീറ്റെയിലേഴ്സ് ആയിട്ടുള്ള കസ്റ്റമേഴ്സ് തന്നെയാണ് വലിയ രീതിയിൽ കറൻസി ഡെറിവേറ്റീവിനകത്ത് ഇൻവോൾവ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ടേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ ഇതിൻ്റെ ഫ്ലക്ച്വേഷൻസിനെ, കറൻസി ഡെറിവേറ്റീവിൻ്റെ മാർക്കറ്റ് ഫ്ലക്ച്വേഷൻസിനെ യൂട്ടിലൈസ് ചെയ്ത് ഡിഫറൻസ് പൊസിഷൻസ് അവർ ബിൽഡ് ചെയ്യുന്നു. അതിലൂടെ അവരുടെ ട്രാൻസാക്ഷൻസിനെ വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ടും വിത്തൗട്ട് ലോസോടും കൂടി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കറൻസി ഡെറിവേറ്റീവിനെ യൂട്ടിലൈസ് ചെയ്ത് വരുന്നുണ്ട്. അതുകൊണ്ട് വളരെയധികം വൊളറ്റാലിറ്റി എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് വളരെയധികം ലിക്വിഡിറ്റി ഉള്ളൊരു മാർക്കറ്റാണ്
കറൻസി ഡെറിവേറ്റീവിൻ്റെ മാർക്കറ്റായിട്ട് നമുക്ക് കാണാവുന്നത്. ഇതാണ് നമുക്ക് ഈ ഒരു എപ്പിസോഡിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഉള്ളത്. താങ്ക്